സ്വാഗതം. സയന്ന ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് യൂണിക്കോൺസിന് എന്താണ് താങ്കളോട് പറയാനുള്ളതെന്ന് നമ്മൾ ചോദിക്കുന്നത്. യൂണിക്കോൺസ് കാർഡുകൾ എടുത്തുകൊണ്ട് നമ്മൾ യൂണിക്കോൺസിനെ വിളിക്കുകയാണ്. 3 കാർഡുകൾ. ഈ കാർഡുകളിലൂടെ താങ്കൾക്ക് എന്ത് സന്ദേശമാണ് അവർ പങ്കുവയ്ക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നതിൽ എന്താണ് അവർ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഡിവൈൻ സൈറ്റ് എന്ന് പറയുന്ന കാർഡാണ്. ഡിവൈൻ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായ വെളിച്ചം എന്ന് പറയുന്ന ഒരു കാർഡാണ്. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? 3 വ്യക്തികൾ ഒരു ജയിലിൻ്റെ അകത്ത് പെട്ടിരിക്കുന്നു. ഒരു പ്രതീക്ഷയുമില്ലാതെ അവർ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവർക്ക് സൈഡിൽ യൂണിക്കൺസിനെ കാണുന്നു. സാധാരണ ഈ കാർഡ് വരുന്നത് ഏറ്റവും വിഷമഘട്ടത്തിൽ നമുക്കൊരു രക്ഷപ്പെടാൻ ഒരു പഴുതുപോലുമില്ല എന്ന് കരുതുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മളെ സഹായിക്കാൻ വരുന്നൊരു വ്യക്തി, ഒരു സന്ദേശം, ഒരു നിർദ്ദേശം, ചിലപ്പോൾ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു വാക്യം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ സന്ദേശം വരുമ്പോൾ തീർച്ചയായിട്ടും താങ്കൾ മനസ്സിലാക്കേണ്ടത് താങ്കളുടെ ഇരുട്ടിലേക്ക് ഒരു വെളിച്ചം വരാനുള്ള സാധ്യത കാണുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാർഡിൽ എന്താണ് യൂണിക്കൺസ് പറയുന്നത് വെച്ചപ്പോൾ ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു കാർഡാണ്. ഡിഗ്നിറ്റി എന്ന് പറയുന്ന കാർഡിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഒരു വ്യക്തി ഒരു ഇതിൽ നിൽക്കുന്നു. 3 പേർ അദ്ദേഹത്തിന് നേരെ എന്തൊക്കെയോ പറയുന്നു. ഇത് പണ്ട് കാലത്ത് ഒരു ശിക്ഷാ രീതിയാണ്. അതായത് ഒരു വ്യക്തിനെ ശിക്ഷിക്കുന്നതിന് മുമ്പ് അവർ ക്രൂശിക്കുകയാണ്, അദ്ദേഹം ചെയ്ത കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട്. പൊതുവെ ഈ കാർഡ് വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ നല്ല ചെയ്താലും നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ഇതേപോലെ നമ്മളെ ക്രൂശിക്കും, കുറ്റം പറയും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയും, പരദൂഷണങ്ങൾ പറയും. അതായത് നമുക്ക് വില കുറച്ച് കാണിക്കുന്നുള്ളതാണ്. പക്ഷേ ഈ കാർഡ് താങ്കളോട് പറയുന്നത് അവരുടെ വാക്കുകളൊന്നും കേട്ട് താങ്കളുടെ വില കുറയ്ക്കരുതെന്നുള്ളതാണ്. കാര്യം എന്തെന്നാൽ അവരൊന്നുമല്ല താങ്കളെ ജഡ്ജ് ചെയ്യുന്നത്. താങ്കൾ ജഡ്ജ് ചെയ്യുന്ന മുകളിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് യൂണിക്കൺസ് പറയുന്നു, തല ഉയർത്തിപ്പിടിച്ച് നിൽക്കൂ. ബിക്കോസ് താങ്കൾക്ക് ആ റെസ്പെക്റ്റ് ഉണ്ട്. താങ്കളെ ചുറ്റും പറയുന്നവർ കേൾക്കരുതെന്ന്. 3ാം സന്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ മിസ്റ്ററി എന്ന് പറയുന്നൊരു കാർഡാണ്. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ സീക്രട്ടാണ്. എക്സ്പ്ലോർ ദി അൺനോൺ, ദി അൺഎക്സ്പെക്റ്റഡ് എവേറ്റ്സ് എന്നുള്ളതാണ്. അതായത് ഈ കാർഡ് വരുമ്പോൾ പൊതുവേ നമ്മളോട് പറയുന്നത് നമുക്കറിയാത്ത കാര്യങ്ങൾ, അറിയാത്ത മേഖലകളിൽ നമ്മൾ കടന്നു എന്ന് പ്രവർത്തിക്കാനാണ് പറയുന്നത്. കാര്യം തന്നാൽ പലപ്പോഴും നമുക്കറിയാമല്ലോ, ഒരു നിധി തേടി പോകുന്നത് അറിയാത്തൊരു മേഖലയിലാണ്. അങ്ങനെ പോകുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 3 കാര്യങ്ങൾ. 1, ഇരുട്ടിൽ നമുക്കൊരു പ്രകാശത്തിനുള്ള സാധ്യത. 2, തലയുയർത്തി പിടിച്ച് നിൽക്കുക. 3 എന്ന് പറയുന്നത് ആരും നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ 3 സന്ദേശങ്ങളാണ് ഇന്ന് രാത്രി യൂണിക്കൺസ് താങ്കളെ അറിയിക്കുന്നത്. സന്ദേശം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അല്ലെങ്കിൽ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്. സീ യു ടുമോറോ.